We are going to start. Take page number 22. Page number 22. Our fourth lesson. Our fourth lesson is Mala and Sheila. Mala and Sheila. Mala and Sheila. Fourth lesson. Kando? Fourth lesson. പുതിയ ലെസൺ പഠിക്കാൻ പോവാണ് അല്ലേ? മാല ആൻഡ് ഷീല. MALA. മാല ആൻഡ് ഷീല. മാലയുടെയും ഷീലേന്റെയും കഥയാണ് നമ്മൾ വായിക്കാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, ആർ യു റെഡി? റെഡിയാണോ? ബിഫോർ ദാറ്റ് ഗെറ്റ് സെറ്റ്. ഇവിടെ കുഞ്ഞു വർക്ക് ഉണ്ട്, എന്താന്ന് നോക്കാം. Draw lines to match the food items with the animals you get them from. Draw lines to match the food items. ഇവിടെ നമുക്ക് ഈ സൈഡിൽ എന്ത് കാണാൻ പറ്റുന്നുണ്ട്? ഫുഡ് ഐറ്റംസ് കാണാൻ പറ്റുന്നുണ്ട്. എന്തൊക്കെയാണ് അവിടെ ഉള്ളത്? ഫസ്റ്റ് വൺ, എഗ്, ഹണി, മിൽക്ക്. Egg, honey, milk. Okay. In the opposite side we can see 3 animals. 3 animalsന്റെ പേരും കൊടുത്തിട്ടുണ്ട്. ഇനി ഈ ഫുഡ് ഐറ്റംസ് ഏത് ആനിമൽസിൽ നിന്നാണ് കിട്ടുന്നതെന്ന് വെച്ചാൽ അതിലേക്ക് ലൈൻ വരയ്ക്കാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. നോക്കാം. ഫസ്റ്റ് വൺ എഗ്, സെക്കൻഡ് വൺ ഹണി, തേർഡ് വൺ മിൽക്ക്. In the opposite side we can see three animals. First one cow, hen, honey bee. Okay. ഇനി മിസ് ചോദിക്കുന്ന സമയത്ത് ഈ ഫുഡ് ഐറ്റംസ് ഏത് ആനിമലിൽ നിന്നാ കിട്ടുന്നതെന്ന് പറഞ്ഞു തരണേ. ഇല്ല, അമ്മയ്ക്ക് പറഞ്ഞു കൊടുക്കണം. ഫസ്റ്റ് വൺ എഗ്. എഗ് ഏത് ആനിമലിനാ കിട്ടുന്നത്? കൗവിൽ നിന്നാണോ, ഹെന്നിൽ നിന്നാണോ, ഹണി ബീ നിന്നാണോ? ഏതിൽ നിന്നാ കിട്ടുന്നത്? ഹെന്നാണ് അല്ലേ? അപ്പൊ ഹെന്നിലേക്ക് ഒരു ലൈൻ വരച്ചേ. എഗ് ഹെന്നിലേക്ക് വരച്ചേ. വരച്ചോ? ഓക്കെ. സെക്കൻഡ് വൺ എന്താ? ഷഹബറ ഇംഗ്ലീഷിലെ ടെക്സ്റ്റ് എടുത്ത് വെച്ചില്ലേ ഇതുവരെ ഷഹബറ? ഇനി നോക്കാം. സെക്കൻഡ് വൺ ഹണി. ഹണി എവിടുന്ന് നമുക്ക് കിട്ടുന്നത്? ഹണി കൗവിൽ നിന്നാണോ ഹണി ബീ നിന്നാണോ ഹണി കിട്ടുന്നത്? ഹണി ബീ എന്നാണല്ലേ? ഇപ്പൊ അതിലേക്ക് വരച്ചോ ഹണി ബീ. ലാസ്റ്റ് വൺ ആണ് ഹണി ബീ. വരച്ചോ? നല്ല മക്കളാണപ്പ. ലാസ്റ്റ് വൺ മിൽക്ക്. മിൽക്ക് എവിടുന്നാ കിട്ടുന്നത്? കൗവിൽ നിന്നാണല്ലേ? അപ്പൊ അവിടത്തേക്ക് ഒരു ലൈൻ വരച്ചേ. വരച്ചോ ആയുഷേ? ഓക്കെ. വരച്ചു തീരാത്തവരൊന്ന് കൈ കാണിച്ചു മിസ്സിനെ. വരച്ചു തീരാത്തവര് വേഗം വരച്ച എല്ലാവരും സ്പീഡില്. നെക്സ്റ്റ് നമ്മുടെ ലെസൺ വായിക്കാൻ വേണ്ടി പോവാണ്. I am Mala. I am Mala. നമ്മൾ ഒരാളെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് എങ്ങനെ പറയാ? I am Manasa. Like I am Razeen. അങ്ങനെ പറയാറില്ലേ? അതുപോലെ അങ്ങനെ പറഞ്ഞാൽ എന്താ? ഞാൻ മാനസ അല്ലെ, എന്റെ പേര് മാനസ എന്നാണ് പറയുന്നത്. നമ്മൾ എങ്ങനെ പറയാ? I am Manasa. I am Richard. I am Anvida. അങ്ങനെയല്ലേ പറയാ? അതുപോലെ ഇവിടെ പറയാണ് I am Mala. I am Mala. ഞാൻ മാലയാണ്. This is Sheila. എന്നിട്ട് അവള് വേറൊരു കുട്ടീനെ കൂടി പരിചയപ്പെടുത്തുകയാണ്. ആരെ പരിചയപ്പെടുത്തുന്നത്? ഷീലേനെയാണ് അല്ലേ? നമ്മൾ അടുത്തിട്ട് ഇരിക്കുന്ന ഒരാളെ നമ്മൾ എങ്ങനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാം? I am Manasa. This is Dikshit. This is Dikshit. അപ്പൊ എന്റെ അടുത്ത് ആരോ ഉണ്ടല്ലേ? അപ്പൊ അടുത്തിരിക്കുന്ന ആളെ ഞാൻ പറയാണ് This is Dikshit. ഇതാരാണ്? ദീക്ഷിത് ആണ്. അതുപോലെ ഇവിടെ പറയാണ് I am Mala. ഞാൻ മാലയാണ്. This is Sheila. ഇതാരാണ്? This is Sheila. ഇത് ഷീലയാണ്. She is my sister. And next question, who is Sheila? ആര് ഈ ഷീല? She is my sister. She is my sister. ഇപ്പൊ ഒന്ന് പറഞ്ഞു നോക്കേ.
I am Mala. I am Mala. She is Sheila. She is my sister. അവൾ എൻ്റെ സിസ്റ്റർ ആണ്. മാലയുടെ സിസ്റ്റർ ആണ് ആര്? ഷീല. മനസ്സിലായോ എൻ്റെ മക്കൾക്ക്? ഓക്കെ. We live in a village. We എന്ന് വെച്ചാൽ എന്താ? We ഞങ്ങൾ. We live in a village. Village എന്ന് പറഞ്ഞാൽ എന്താ? Village. VILLAGE. Village എന്ന് പറഞ്ഞാൽ എന്താ? ഗ്രാമമാണ് അല്ലേ? Village. We live in a village. നമ്മൾ എവിടെയാ താമസിക്കുന്നത്? ഒരു വില്ലേജിലാണല്ലേ ഫാത്തിമ KM? അല്ലേ? നമ്മൾ എവിടെയാ ജീവിക്കുന്നത്, താമസിക്കുന്നത്? വില്ലേജിലാണ്. ഓക്കെ. I am Mala. This is Sheila. She is my sister. We live in a village. We live in a village. Miss ഇപ്പോ ക്വസ്റ്റ്യൻ ചോദിക്കുവേ, അപ്പൊ പറഞ്ഞു തരണം അവരെവിടെ താമസിക്കുന്നത്. We live in a, they live in a village. Okay. This is our house. This is our house. എന്നിട്ട് പറയാണ് ഇതാണ് ഞങ്ങളുടെ വീട്. അപ്പൊ എങ്ങനെ ഇംഗ്ലീഷിൽ പറയാ? ഇതാണ് എന്റെ വീട് എന്ന് നിങ്ങളുടെ ഫ്രണ്ട് വീട്ടിൽ വരും നിങ്ങളുടെ. എന്നിട്ട് നിങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ് വഴിന്ന്. നിങ്ങൾ പറഞ്ഞു കൊടുക്കുക this is our house. ഇതാണ് എന്റെ വീട് എന്ന് എങ്ങനെ പറയാ? This is our house. Our ഞങ്ങളുടെ. This is our house. ഇത് ഞങ്ങളുടെ വീടാണ്. This is our house. ഇവിടെ പറഞ്ഞിരിക്കുന്നത് നോക്ക്. മാല പറയാണ് this is our house. Our എന്ന് വെച്ചാൽ OUR ഞങ്ങളുടെ. This is our house. It made of mud. Mud എന്ന് പറഞ്ഞാൽ എന്താടോ? Mud. It is full of mud എന്ന് പറഞ്ഞാൽ എന്താ? Mud. ആർക്കാ പറയാൻ പറ്റുക മഡിന്റെ മീനിങ്? നോക്കട്ടെ മിസ് വലിയ കുട്ടികളായിട്ടുണ്ടോന്ന്. മഡ് എന്ന് പറഞ്ഞാൽ എന്താ? മഡ് MUD. മഡ് മീൻസ് ചെളിയാണ് അല്ലേ? ഇറ്റ് ഈസ് മെയ്ഡ് ഓഫ് മഡ്. മഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ചെളിയാണ്. ഓക്കെ. ഇറ്റ് ഈസ് മെയ്ഡ് ഓഫ് മഡ്. അപ്പൊ ഈ ഹൗസ്, നമ്മുടെ ഈ വീട് എന്തുകൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്നത് പറഞ്ഞത്? ഇറ്റ് ഈസ് മെയ്ഡ് ഓഫ് നിർമ്മിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ ഉണ്ടാക്കിയിരിക്കുന്നത്. ഇറ്റ് ഈസ് മെയ്ഡ് ഓഫ് മഡ്. ഇത് എന്തുകൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്? മഡ് കൊണ്ടാണല്ലേ? ചെളി കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. ദീക്ഷിതേ ശ്രദ്ധിച്ചേ എന്റെ മോൻ. ഇറ്റ് ഈസ് മെയ്ഡ് ഓഫ് മഡ്. ദാറ്റ് ഈസ് our well. Well എന്ന് പറഞ്ഞാൽ എന്താ? WELL. Well means what? Well എന്താ? ആരും പറയുന്നത് കാണുന്നില്ലല്ലോ മിസ്. പറഞ്ഞോ, കൈ കാണിക്കണ്ട, മിസ്സിന് കാണാം ഇവിടുന്ന് പറയുന്നത് മക്കള്. കിണറാണല്ലേ? That is our well. Here we can see a picture of a well. കണ്ടോ ഇവിടെ well? നോക്ക. That is our well. Well എന്ന് പറഞ്ഞാൽ എന്താണ്? കിണറാണ് ആൻസ്ട്രോസെ അല്ലേ? well എന്ന് പറഞ്ഞാൽ എന്താണ്? കിണർ. എന്താണ്? കിണർ. എഴുതി വെച്ചോ. ഓക്കെ. That is our well. This is our cow. This is our cow. കണ്ടോ cow? This is our cow. ഇത് ഞങ്ങളുടെ cow ആണ്. Her name is Sona. ആ കൗവിന് ഒരു പേരുണ്ട്. എന്താ പേര്? Her name is Sona. Her name is Sona. അവളുടെ പേര് സോന എന്നാകുന്നു. Her name is Sona. Her means അവളുടെ. Her name is Sona. She gives us milk. കൗ എന്താ തരുക? She gives us milk. Milk തരും അല്ലേ? പാല് തരും. പാല് തരുന്നത് ആരാണ്? പശുവാണല്ലേ? ഓക്കെ. She gives us. She means she എന്ന് പറഞ്ഞാൽ എന്താ? അവൾ. Gives തരുക. She gives us ഞങ്ങൾക്ക്. She gives us milk. അവൾ ഞങ്ങൾക്ക്
മിൽക്ക് തരും, പാല് തരും. ഷീല ആൻഡ് ഐ ആർ ഗോയിങ് ടു സ്കൂൾ. ഷീല ആൻഡ് ഐ, ഷീലയും ഞാനും. ഷീല ആൻഡ് ഐ, ഷീലയും ഞാനും ആർ ഗോയിങ് ടു സ്കൂൾ, സ്കൂളിലേക്ക് പോവുകയാണ്. ഗോയിങ്, അത് എന്റെ മക്കൾക്ക് ഇപ്പൊ അങ്ങനെ പറഞ്ഞാൽ മനസ്സിലാവില്ല. ഗോയിങ് എന്ന് പറയുമ്പോ എന്താ, നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രക്രിയക്ക് നമ്മൾ ING കൂട്ടിയിട്ട് വെർബിന്റെ കൂടെ എഴുതുക. അതൊന്നും ഇപ്പം മക്കള് പഠിക്കാനായിട്ടില്ല. ഓക്കെ. ഷീല ആൻഡ് ഐ ആർ ഗോയിങ് ടു സ്കൂൾ. ഷീലയും ഞാനും സ്കൂളിലേക്ക് പോവുകയാണ്. ഓക്കെ, ഇത്രയും മനസ്സിലായോ? മിസ് ഒന്നുകൂടി വായിച്ചു തരാം. മിസ്സിന്റെ കൂടെ വായിക്കണേ. I am Mala. This is Sheila. She is my sister. We live in a village. We live in a village. This is our house. It is made of mud. That is our well. This is our cow. Her name is Sona. Aslaha, listen here. Her name is Sona. She gives us milk. She gives us milk. Sheila and I are going to school. Sheila and I are going to school. മിസ് ഒന്ന് എല്ലാവരും മ്യൂട്ട് ചെയ്യാം, അൺമ്യൂട്ട് ചെയ്യാം. എന്റെ കൂടെ വായിക്കണേ, മിസ്സിന് കേൾക്കണം. ഓക്കെ, എല്ലാവരും വേറെ സൗണ്ട് ഒന്നും ഉണ്ടാക്കാൻ പാടില്ല. നല്ല മക്കളാവണേ. എല്ലാവരും അൺമ്യൂട്ട് ചെയ്തേ. എന്റെ കൂടെ വായിച്ചോ. ഓക്കെ, സൗണ്ട് പ്രോബ്ലം നല്ലായിട്ടുണ്ട്. അപ്പൊ ഒന്ന് ആരാ വായിക്ക? ഇതാരാ ഒന്ന് വായിക്ക? ആരിത് വായിക്ക? പറഞ്ഞോ. ആദിത്യ നേവി. ഓക്കെ, I am Mala. This is Sheila. She is my sister. We live in a village. This our house. It is made of mud. Mud. Is well. This our cow. Her name is Sona. She gives us milk. Sheila and I are going to school. Mother. Okay, that's enough. അതുവരെയല്ലേ എടുത്തിട്ടുള്ളൂ മോനെ, അല്ലേ? ഓക്കെ, ടീച്ചറെ ഒന്നുകൂടി മിസ് വായിച്ചു തരാം. എന്റെ മക്കളെ ശ്രദ്ധിച്ചിരിക്കണേ. I am Mala. This is Sheila. She is my sister. We live in a village. This is our house. It is made of mud. That is our well. This is our cow. Her name is Sona. She gives us milk. Sheila and I are going to school.
Okay, next paragraph മിസ് പറഞ്ഞു തരട്ടെ. നെക്സ്റ്റ് പാരഗ്രാഫ് മിസ് പറഞ്ഞു തരട്ടെ. ഓക്കെ, റെഡി അല്ലേ? ഡൗട്ട് ഉണ്ടോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഓക്കെ, ശ്രദ്ധിച്ചിരിക്കണേ. ഇവിടെയാണ് പറയുന്നത്. മിഗ്ദാദെ ബുക്ക് നോക്കിയ എന്റെ മോൻ, ടെക്സ്റ്റ് ബുക്ക് നോക്കണേ. മദർ വാണ്ട്സ് us to carry a packet for Aunt Prema. മദർ, മദർ എന്ന് പറഞ്ഞാൽ ആരാ? അമ്മയാണ് അല്ലേ? മദർ മീൻസ് അമ്മ. മദർ വാണ്ട്സ് us to carry. carry മീൻസ് കയ്യിൽ കൊണ്ടുപോകുന്നതിന് നമ്മൾ എന്ത് പറയാ? ക്യാരി എന്ന് പറയാ. യു ഹാവ് ടു ക്യാരി ദാറ്റ് അംബ്രല്ല എന്ന് വെച്ചാൽ എന്താ? നീ ആ അംബ്രല്ലയും കൂടി കൊണ്ടുപോകണം എന്നാണ് മീനിങ് അല്ലേ? ക്യാരി, കൂടത്തിൽ കൊണ്ടുപോകുന്നതിനാണ് ക്യാരി എന്ന് പറയാ. മദർ വാണ്ട്സ് us to carry a packet for Aunt Prema. ഓണ്ട് ആരാണ്? ആന്റി ആണ് അല്ലേ? ഓണ്ട് എന്ന് പറഞ്ഞ ആരാണ്? ആന്റി ആണ്. മദർ വാണ്ട്സ് us to carry a packet for Aunt Prema. മദറിന് എന്ത് വേണമായിരുന്നു? അമ്മയ്ക്ക് നമ്മൾ സ്കൂളിൽ പോകുന്ന സമയത്ത് ഒരു പാക്കറ്റ് ഓണ്ട് പ്രേമക്ക് കൊടുക്കാൻ വേണ്ടിട്ട് നമ്മളിവിടെ ക്യാരി ചെയ്യണമായിരുന്നു, നമ്മളോട് കൊണ്ടുപോകാൻ പറഞ്ഞു. മദർ വാണ്ട്സ് us to carry a packet for Aunt Prema. അമ്മയ്ക്ക് എന്ത് വേണമായിരുന്നു? ഒരു പാക്കറ്റ് ഓണ്ട് പ്രേമ. ഓണ്ടിന്റെ പേരെന്താണ്? പ്രേമയാണ് അല്ലേ? ഓണ്ട് പ്രേമയ്ക്ക് കൊടുക്കാൻ കൊണ്ടുപോകണമായിരുന്നു. മദർ വാണ്ട്സ് us to carry a packet for whom? ആർക്ക് വേണ്ടിട്ട് ഒരു പാക്കറ്റ് കൊണ്ടുപോകേണ്ടത്? ഫോർ ഓണ്ട് പ്രേമ. ദേവാംഗയെ ശ്രദ്ധിച്ചേ, ഓണ്ട് പ്രേമ. മദർ വാണ്ട്സ് us to carry a packet for ഓണ്ട് പ്രേമ. മനസ്സിലായോ? അണ്ടർസ്റ്റുഡ്? ഓക്കെ. മദർ വാണ്ട്സ് us to carry a packet for. വേണ്ടി. ഫോർ എന്ന് പറഞ്ഞാൽ എന്താണ്? വേണ്ടി. ഫോർ whom? ഫോർ ഓണ്ട് പ്രേമ. മനസ്സിലായോ? ഓക്കെ, നെക്സ്റ്റ് പേജ്. Be careful. Ashwini, what are you doing there? Are you playing? Be careful. Be careful. Kando? Be careful. She says. Don't drop it. Don't drop it. Afra say, be careful. എന്നുവെച്ചെന്താ? നല്ലോണം ശ്രദ്ധിക്കണം അല്ലേ? ബി കെയർഫുൾ. നിങ്ങൾ കെയർഫുൾ ആയിരിക്കണം, ശ്രദ്ധിച്ചു വേണം നടക്കാൻ. ഷീ സേസ്, അവൾ പറഞ്ഞു. ആര് പറഞ്ഞു? ആരാ പറഞ്ഞേ സാവിയോ? അമ്മ പറഞ്ഞു അല്ലേ? അമ്മ എന്താ പറഞ്ഞത്? ബി കെയർഫുൾ. മക്കളോട് പറയാണ് സ്കൂളിൽ പോകുമ്പോ പാക്കറ്റ് ഒന്നും താഴെ വീഴരുത് അല്ലേ? സ്കൂളിൽ പോകുമ്പോ നമ്മളോട് പറയുന്ന പോലെ സൂക്ഷിക്കണേ മോനെ, എവിടെയും വീഴല്ലേ എന്നൊക്കെ പറയാറില്ലേ നമ്മളോട് നമ്മുടെ അമ്മ? അതുപോലെ ഈ മാലയുടെയും ഷീലയുടെയും അമ്മ പറയാണ് ബി കെയർഫുൾ. ഷീ സേസ്. ആരെവിടെ? ഷീ, അമ്മയാണല്ലേ? ഡോണ്ട് ഡ്രോപ്പ് ഇറ്റ്. എന്തുകൂടി പറഞ്ഞു? ഡോണ്ട് ഡ്രോപ്പ് ഇറ്റ്. നീ താഴെ കളയരുത് അല്ലേ? ഡോണ്ട് ഡ്രോപ്പ് ഇറ്റ്. ഡോണ്ട് ഡ്രോപ്പ് ഇറ്റ്. താഴെ കളയാൻ പാടില്ല. ഇത്രയും സമയം മിസ് പറഞ്ഞത് മനസ്സിലാവാത്തവരുണ്ടോ? ഇത്രയും സമയം പറഞ്ഞത് മിസ് പറഞ്ഞത് മനസ്സിലാവാത്തവരുണ്ടോ? ഇല്ല. സത്യം പറഞ്ഞാ മതിയേ. ഓക്കെ, ഇനി നോക്കാം. നെക്സ്റ്റ് മിസ് പറഞ്ഞു തരട്ടെ. Aunt Prema lives near our school. Aunt Prema lives near. Lives means താമസിക്കുക. Lives near. Near means അടുത്ത്. NEAR. Near means
അടുത്ത്. മലയാളത്തിൽ അതിന്റെ മീനിങ് നിയർ എന്ന് വെച്ചാൽ എന്താണ്? അടുത്താണ് അല്ലേ? ഓണ്ട് പ്രേമ ലിവ്സ് നിയർ അവർ. അവർ മീൻസ് ഞങ്ങളുടെ. അവർ സ്കൂൾ. അപ്പൊ എന്തായി അതിന്റെ മീനിങ് എന്ന് പറഞ്ഞു നോക്കിയേ. ഓണ്ട് പ്രേമ ലിവ്സ് നിയർ അവർ സ്കൂൾ. ഓണ്ട് പ്രേമ എവിടെയാ താമസിക്കുന്നത്? ഷി ലിവ്സ് നിയർ അവർ സ്കൂൾ അല്ലേ? നമ്മുടെ സ്കൂളിന്റെ അടുത്താണ് താമസിക്കുന്നത്. We walk to her house. We walk to her house. നമ്മൾ എന്ത് ചെയ്തു? We ഞങ്ങൾ walk to her house. എവിടത്തേക്ക് നടന്നു? Walk means നടക്കുക അല്ലേ? To her house. Her means അവളുടെ. House വീട്. Okay. We walk to her house. ഞങ്ങൾ അവളുടെ വീട്ടിലേക്ക് നടന്നു. ഒന്നുകൂടി പറഞ്ഞുതരാം. ഓണ്ട് പ്രേമ lives near our school. We walk to her house. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഏതെങ്കിലും വേർഡ് കിട്ടാത്തതുണ്ടോ എന്റെ മക്കൾക്ക്? ഇല്ല. ഓക്കെ. This is for you. Sheila tells Aunt Prema. She gives her the packet. Come in. Aunt Prema tells us. Sit down. Noka. Aunt Prema lives near our school. We walk to her house. എന്നിട്ട് പറയാണ്. അത്രയും മനസ്സിലായതല്ലേ? This is for you. എന്നിട്ട് ഷീല പറയാണ്. ഷീല tells Aunt Prema. ഷീല Aunt പ്രേമയോട് പറയാണ്. ആ കയ്യിലുള്ള പാക്കറ്റ് കൊടുത്തിട്ട് പറയണേ. This is for you. ഇത് നിങ്ങൾക്കുള്ളതാണ്. This is for you. ഇത് നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ്. നമ്മളൊരു സാധനം മറ്റുള്ളവരുടെ കയ്യിൽ കൊടുക്കുമ്പോൾ എന്താ പറയാ? This is for you. ഇത് നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് അല്ലേ? This is for you. Sheila tells Aunt Prema. ഷീല Aunt പ്രേമയോട് പറയുന്നു. Jalwa Fatima, stand up. Jalwa Fatima, you stand up. Hands up. Hands down. Sit down. Be careful, okay? Sit properly in my class. നല്ല മക്കളായിട്ടിരുന്നേ. Okay. Sheila tells Aunt Prema. She gives her the packet. എന്നിട്ട് എന്ത് ചെയ്തു? She, അവൾ, gives. Gives means കൊടുക്കുക അല്ലെങ്കിൽ നൽകുക. She gives her the packet. എന്നിട്ട് അവൾ എന്ത് ചെയ്തു? ആ പാക്കറ്റ് ഓണ്ട് പ്രേമയ്ക്ക് കൊടുക്കാൻ അമ്മ തന്നു വിട്ടതല്ലേ? അത് ഓണ്ട് പ്രേമയ്ക്ക് കൊടുത്തു. Come in. Come in. Come എന്ന് വെച്ചാൽ എന്താ? വരൂ. Come വരിക. Come in. In എന്ന് വെച്ചാൽ എന്താ? അകത്തേക്ക്. Come in. അകത്തേക്ക് വരൂ. Come in. May I come in എന്ന് ചോദിച്ചാൽ എന്താ? ഞാൻ അകത്തേക്ക് വന്നോട്ടെ എന്നല്ലേ? Come in. അകത്തേക്ക് വരൂ. Aunt Prema tells us. Aunt Prema നമ്മളോട് പറഞ്ഞു. Okay? Aunt Prema tells us. Sit down. എന്നിട്ട് എന്ത് പറഞ്ഞു? Sit down. നമ്മളെ ആരെങ്കിലും വീട്ടിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ തന്നെ നിൽക്കാൻ വേണ്ടി പറയുമോ? നമ്മൾ എന്ത് പറയും? അകത്തേക്ക് വരൂ, ഇരിക്കൂ എന്ന് പറയൂ അല്ലേ? അതല്ലേ ഒരു മര്യാദ, മാനേഴ്സ് അതല്ലേ? ഗുഡ് മാനർ അല്ലേ അത്? നമ്മുടെ വീട്ടിൽ ഏതെങ്കിലും ഗസ്റ്റ് വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് പറയും? ക്ഷണിക്കും അല്ലെ? നമ്മുടെ വീടിന്റെ അകത്തേക്ക് വിളിച്ചിട്ട് ഇരിക്കാൻ വേണ്ടി പറയും. Aunt Prema tells us. Sit down. ഇരിക്കൂ. ഇത്രയും മനസ്സിലായില്ലേ? ഇത്രയും മനസ്സിലാവാത്തവരുണ്ടോ? Can you follow me? ഫോളോ ചെയ്യാൻ പറ്റുന്നില്ലേ മിസ് പറയുന്നത്? ആർക്കെങ്കിലും മനസ്സിലാവാത്തതുണ്ടോ? ഏതെങ്കിലും വേർഡിന്റെ മീനിങ് അറിയാത്തതുണ്ടോ? നോ. സ്പീഡ് ആവുന്നുണ്ടെങ്കിൽ പറയണേ. മിസ് ഇത് വായിപ്പിക്കാം എന്റെ മക്കളെ കൊണ്ട്. ഇത് പറഞ്ഞു തീർക്കട്ടെ. ഓക്കെ, എന്നാലും നിങ്ങൾക്ക് കണക്ഷൻ കിട്ടുള്ളൂ. നോക്കുക. നെക്സ്റ്റ് മിസ് ഇവിടെയാണ് പറയുന്നത്. ഇവിടെ ലാസ്റ്റത്തിന് തൊട്ട് മുന്നിലത്തെ പാരഗ്രാഫാണ് മിസ് പറയുന്നത്. ശ്രദ്ധിച്ചിരിക്കണേ. ഓക്കെ. Aunt Prema gives us sweets. Aunt Prema gives us. Aunt Prema gives നൽകുക, നൽകി.
ഗിവ്സ് us നമ്മൾക്ക് എന്താ നൽകിയത്? ഷി ഗിവ്സ് us സ്വീറ്റ്സ്, നമുക്ക് സ്വീറ്റ്സ് നൽകി അല്ലേ? ആരവേ? ഷി ഓപ്പൺസ് ദ പാക്കറ്റ്. ഷി ഓപ്പൺസ് ദ പാക്കറ്റ്. അവൾ എന്ത് ചെയ്തു? ഓണ്ട് പ്രേമ ഷി ഓപ്പൺസ് ദ പാക്കറ്റ്. എന്താ ചെയ്തത്? നമുക്ക് ഒരാളെ വീട്ടിൽ വന്നിട്ട് ഒരു കവർ തന്നു കഴിഞ്ഞാൽ നമ്മൾ തുറന്നു നോക്കും അല്ലേ? ഷി ഓപ്പൺസ് ദ പാക്കറ്റ്. ആ പാക്കറ്റ് തുറന്നു നോക്കി. എന്താ കണ്ടത്? There are two pretty frogs on it. There are two pretty. Pretty means beautiful. മനോഹരമായതാണ് അല്ലെ? pretty, സുന്ദരം. There are two pretty frogs. Frogs means what? Frog എന്താ? ഉടുപ്പാണ് അല്ലേ? Frogs. Frogs means ഉടുപ്പ്. അശ്വിനിക്ക് എന്റെ കയ്യിൽ നിന്ന് അടി വേണോ? അശ്വിനി, ഞാൻ വരണോ വീട്ടിലേക്ക്? Then what are you doing there? How many times I told you? Sit properly. Don't play with your brother. Okay. On to Prema gives us sweets. She opens the packet. There are two pretty frogs on it. Frogs in it. അപ്പൊ അതിൽ എന്താ കണ്ടത്? തുറന്നു നോക്കിയപ്പോ she saw two pretty frogs. അവിടെ രണ്ട്, ആ പാക്കറ്റിൽ എന്താ ഉണ്ടെന്ന്? രണ്ട് മനോഹരമായ ഉടുപ്പായിരുന്നു ഉണ്ടായിരുന്നത്. Mother has made them for Aunt Prema's children. Mother has made them for Aunt Prema's children. അങ്ങനെ പറഞ്ഞാൽ എന്താ? അങ്ങനെ പറഞ്ഞാൽ എന്താ? സെന്റൻസ് എന്താ മീൻ ചെയ്യുന്നത്? Mother has made. Made means ഉണ്ടാക്കുക, ഉണ്ടാക്കി അല്ലേ? make means ഉണ്ടാക്കുക, made ഉണ്ടാക്കി. Mother has made them for. For means വേണ്ടി. Mother ആർക്ക് വേണ്ടിട്ട് ഉണ്ടാക്കിയത്? Mother has made for Aunt Prema's children. അമ്മ Aunt പ്രേമന്റെ മക്കൾക്ക് വേണ്ടിട്ട് ഉണ്ടാക്കിയ ഉടുപ്പുകളാണ് അത് അല്ലേ? For Prema's children. Children mean കുട്ടികൾ. Children, കുട്ടികൾ. Children means കുട്ടികൾ. Mother has made them for Aunt Prema's children. Thank you. അപ്പൊ എന്തെങ്കിലും ഗിഫ്റ്റ് കൊടുത്താൽ, കവർ കൊടുത്തു കഴിഞ്ഞാൽ, സാധനം തന്നു കഴിഞ്ഞാൽ എന്നാ പറയുക ആയിഷേ? ഉറക്കം വന്നിട്ട് അല്ലേ? താങ്ക് യു പറയാറില്ലേ? ഓക്കെ, താങ്ക് യു. ടെൽ യുവർ മദർ ദേ ആർ ലവ്ലി. എന്നിട്ട് പറയണേ, ടെൽ യുവർ മദർ ദേ ആർ ലവ്ലി. നിങ്ങൾ നിങ്ങളുടെ അമ്മേനോട് പറയൂ, ഈ ഉടുപ്പ് എന്തുണ്ട്? നല്ല ലവ്ലി ആണല്ലേ, കാരണം നല്ല സൂപ്പർ ആണെന്ന് നിങ്ങളുടെ അമ്മേനോട് പറയൂ. ടെൽ യുവർ മദർ ദേ ആർ ലവ്ലി. Aunt Prema tells us. Aunt Prema നമ്മളോട് പറഞ്ഞു. എന്താ പറഞ്ഞ Aunt Prema? എന്താ പറഞ്ഞേ? അമ്മനോട് പറയൂ, ഫ്രോക്സ് രണ്ടും നല്ല സൂപ്പർ ആണെന്ന് പറയൂ. Then we go to school. എന്നിട്ടോ? Then എന്നിട്ട് we go to school. നമ്മൾ സ്കൂളിലേക്ക് പോയി. Then we go to school. Our teacher enters the classroom. Our teacher, നമ്മുടെ, ഞങ്ങളുടെ ടീച്ചർ. Our teacher. ദീക്ഷിതേ, ദീക്ഷിതേ, ദീക്ഷിതിനെ ഞാൻ ഫുൾ ടൈം അൺമ്യൂട്ട് ചെയ്ത് വെക്കണ വേണ? എന്താ ഇതിന് മാത്രം വർത്താനം? Our teacher, ഞങ്ങളുടെ ടീച്ചർ, enters. Enters means കടന്നു വരിക. Enters വരുന്നതിനാണ്, വരിക എന്നുള്ള മീനിങ് ആണ് ഇവിടെ. enters കടന്നു വരിക. Our teacher enters the classroom. നമ്മുടെ ക്ലാസ് ടീച്ചർ, നമ്മുടെ ടീച്ചർ ക്ലാസ് റൂമിലേക്ക് കടന്നു വന്നു. enters the classroom. enters കടന്നു വരിക. We say good morning teacher. അപ്പൊ നമ്മൾ എന്ത് പറയും? നമ്മുടെ ടീച്ചർ രാവിലെ ക്ലാസ്സിലേക്ക് വരുമ്പോൾ, പ്രെയർ ഒക്കെ കഴിഞ്ഞ് ക്ലാസ്സിലേക്ക് വരുമ്പോൾ നിങ്ങൾ എന്താ പറയാ? ഗുഡ് മോർണിംഗ് ടീച്ചർ പറയാറില്ലേ? You have to say good morning. Greet ചെയ്യണ്ടേ ടീച്ചറിനെ? Okay, that is the end of the story. അത്രേ ഉള്ളൂ, നമ്മുടെ കുഞ്ഞു സ്റ്റോറിയാണ് അല്ലേ? മിസ് ഒന്നുകൂടി വായിച്ചു തരാം. എന്റെ മക്കളെ ശ്രദ്ധിച്ചിരിക്കണേ, കേട്ടല്ലോ?
Mala and Sheila. I am Mala. This is Sheila. She is my sister. We live in a village. This is our house. It is made of mud. That is our village. This is our cow. Her name is Sona. She gives us milk. Sheila and I are going to school. Mother wants us to carry a packet for Aunt Prema. Next page. Next page. Be careful, she says. Don't drop it. Be careful. Shahbara, Shradhichirikane. Be careful, she says. Don't drop it. Aunt Prema lives near our school. Near means adutte. Aunt Prema lives near our school. We walk to her house. This is for you. Sheila tells Aunt Prema. She gives her the packet. Come in. Aunt Prema tells us. Sit down. Aunt Prema gives us sweets. She opens the packet. There are 2 pretty frogs in it. Mother has made them for Aunt Prema's children. Thank you. Tell your mother they are lovely. Aunt Prema tells us. Then we go to school. Our teacher enters the classroom. We say, Good morning, teacher. How is it? Kunju story anale? Do you like it? Ishtapato? How is it? Is it super? Is it super? Ishtapato? Manasilayo ende makkakke? Okay then. I think that's enough for today. ഇന്നത്തേക്ക് ഇത്രയും പോരെ? True or false കൂടി ചെയ്തു നോക്കിയാലോ? ഇതൊന്ന് പറഞ്ഞു നോക്കാം. Write true or false. Okay? Write T for true, F for false. Are you ready? Mala has a sister called Sheila. Is it true or false? Mala has a sister called Sheila. മാലയ്ക്ക് ഷീല എന്ന് പറഞ്ഞ സിസ്റ്റർ കൂടിയുണ്ട്. ഇത് ട്രൂ ആണോ ഫോൾസ് ആണോ? ശരിയാണോ തെറ്റാണോ? ട്രൂ എന്ന് പറഞ്ഞാൽ ശരിയാണ്. ഫോൾസ് മീൻസ് തെറ്റ്. ശരിയാണോ തെറ്റാണോ? ട്രൂ ആണെങ്കിൽ ഇങ്ങനെ കാണിക്കുക, ഫോൾസ് ആണെങ്കിൽ ഇങ്ങനെ കാണിക്കുക. ട്രൂ. വെരി ഗുഡ്. അവിടെ ടി എന്ന് എഴുതിയ കുഞ്ഞു കോളത്തില് ടി എന്ന് എഴുതിയേ. മിസ് പെൻസിൽ എടുത്തില്ലടോ, ഇല്ല എഴുതി കാണിക്കായിരുന്നു. ഇവിടെ ടി എന്ന് എഴുതിയേ. ഫസ്റ്റ് വൺ, ഫസ്റ്റ് കോളം ടി. സെക്കൻഡ് വൺ, Sona is Mala's mother. Is it true or false? Sona is Mala's mother. Sona മാലയുടെ അമ്മയാണോ? No. Sona is her cow. അല്ലേ? So that is a false sentence. False ആണല്ലേ? അപ്പൊ F എവിടെ ഇട്ടേ? F. Second one F. Second one F ആണ്. ഇനി third one. Aunt Prema gives a packet for mother. Aunt Prema gives a packet for mother. നേരെ തിരിച്ചാണല്ലേ? Aunt Prema അമ്മയ്ക്ക് ഒരു പാക്കറ്റ് തന്നു വിട്ടു. Is it true or false? Aunt Prema ആണ് തന്നു വിട്ടത്. അമ്മയല്ലേ ഒരു പാക്കറ്റ് Aunt Premയ്ക്ക് വേണ്ടി കൊടുത്തു വിട്ടത്. So this one also false. False ആണല്ലേ? അപ്പൊ third one false എന്നിട്ടേ F ഇട്ടേ. Third one F. നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഒന്നുകൂടി പറഞ്ഞു പോവാ. ഇത് കണ്ടിന്യൂസ് ആവുന്ന സമയത്ത് മക്കൾക്ക് വേഗം കിട്ടും, അതുകൊണ്ട് ഇപ്പൊ പറഞ്ഞത്. Fourth one, there are sweets in the packet.
There are sweets in the packet. ആ പാക്കറ്റിനുള്ളിൽ സ്വീറ്റ്സ് ആയിരുന്നോ? No. That is again false. False ആണല്ലേ? Frogs അല്ലേ ഉണ്ടായിരുന്നത്? F എന്നിട്ട് എല്ലാവരും F. F. Last one. Aunt Prema's house is far from the school. Aunt Premയുടെ വീട് സ്കൂളിൽ നിന്നും ഒരുപാട് ദൂരെയായിരുന്നു. False ആണോ true ആണോ? False ആണല്ലേ? F ഇട്ടോ അവിടെ. Last one. Okay, that's enough for today. Shall we wind up the class? Bye. Time illado. Ipo cut avve. Bye.